മാർക്ക് സുക്കർബർഗ് ലോകത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളുടെ കേന്ദ്രമായ മെറ്റയുടെ ഉടമയാണ് അദ്ദേഹം. സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും ലോകത്തെ പ്രമുഖ വ്യക്തികളിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ മെറ്റയോട് $375 മില്യൺ പിഴയടക്കാൻ ന്യൂ മെക്സിക്കോ കോടതി വിധിച്ചിരിക്കുകയാണ്. കുറ്റം ഗുരുതരമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നുവെന്ന പരാതിയിലാണ് നഷ്ടപരിഹാര വിധി. നമ്മുടെ കുട്ടികൾ മണിക്കൂറുകൾ ചിലവഴിക്കുന്ന ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന ചതിക്കുഴികളെയും അതിഭീകരമായ നിയമലംഘനങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. വിശദമായി പരിശോധിക്കാം. മെറ്റയുടെ വ്യത്യസ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ടുകളില്ലാത്തവർ വളരെ കുറവായിരിക്കും. പ്രായഭേദമന്യേ എല്ലാവരും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ നിയമങ്ങളുടെ കണ്ണുകെട്ടിയും അല്ലാതെയും സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇടപെടുന്നു. ചില കുട്ടികൾ രക്ഷിതാക്കളുടെ ഫോണുകളിൽ മണിക്കൂറുകളോളം റീൽസും സ്റ്റോറിയും കണ്ടിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷേ ഈ ശീലം കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ടെന്നും നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയയിലൂടെ ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്നുണ്ടെന്നും പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നാണ് ന്യൂ മെക്സിക്കോ കോടതി സംശയാതീതമായി കണ്ടെത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിന് നിയമലംഘനങ്ങൾ നടന്നതായി കണ്ടെത്തിയ കോടതി $375 മില്യൺ പിഴ ഇനത്തിലടക്കാൻ മെറ്റയോട് ആവശ്യപ്പെട്ടത്. ഇനി നമുക്ക് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. വർഷം 2024 ജനുവരി 31. വാഷിംഗ്ടൺ DC-യിൽ അമേരിക്കൻ സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റിയുടെ മുമ്പാകെ ഒരു കേസിൻ്റെ വിചാരണ നടക്കുകയാണ്. സെനറ്റർ ജോഷ് ഹാവ്ലിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒരാൾ നിന്ന് വിയർക്കുന്നു. മറ്റാരുമല്ല, മെറ്റ സ്ഥാപനങ്ങളുടെ CEO സാക്ഷാൽ മാർക്ക് സുക്കർബർഗ് തന്നെ. സെനറ്റർ ജോഷ് ഹാവ്ലിയുടെ ചോദ്യങ്ങൾ ആ കോടതി മുറിയെ ലോകത്തിൻ്റെ കണ്ണുകളിലേക്ക് എത്തിച്ചു. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അൽഗോരിതം തൊടുത്തുവിട്ട കോണ്ടന്റുകൾക്ക് അടിമപ്പെട്ട് ജീവൻ പൊലിഞ്ഞുപോയ കുട്ടികളുടെ രക്ഷിതാക്കളെ മുൻനിർത്തി ശബ്ദമിടറുന്ന സ്വരത്തിൽ ജോഷ് ഹാവ്ലി സുക്കർബർഗിനോട് ചോദിച്ചു, നിങ്ങളുടെ ബിസിനസ് താൽപ്പര്യങ്ങൾ കാരണം മക്കളെ നഷ്ടപ്പെട്ട ഈ കുടുംബങ്ങളോട് നിങ്ങൾക്ക് മാപ്പ് പറയാൻ തോന്നുന്നില്ലേ? ഇവരുടെ വേദനയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? ഇവരോട് നിങ്ങൾ എന്തു മറുപടി പറയും? വേദന തളം കെട്ടി നിന്ന കോടതി മുറിയിൽ നിന്ന് മാർക്ക് സുക്കർബർഗ് എണീറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങൾക്കുണ്ടായ വേദനയും നഷ്ടവും നികത്താൻ സാധിക്കാത്തതാണ്. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ഞങ്ങൾ ഈ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോവാം. They're here, you're on national television. Would you like now to apologize to the victims who have been harmed by your product? Show them the pictures. Would you like to apologize for what you've done to these good people? I'm sorry for everything that you've all been through. It's terrible. No one should have to go through the things that your families have suffered. And this is why we invested so much and are going to continue doing industry-leading efforts to make sure that no one has to go through the types of things that your families have had to suffer. മാർക്ക് സുക്കർബർഗ് ക്ഷമ പറഞ്ഞതോടെ ആ കോടതി മുറി അന്ന് പിരിഞ്ഞുപോയി. ക്യാമറ കണ്ണുകൾ വിയർക്കുന്ന സുക്കർബർഗിനെ ഒപ്പിയെടുത്തു. അയാളുടെ ചലനങ്ങളെല്ലാം മെറ്റ പ്ലാറ്റ്ഫോമുകളിലൂടെ കുട്ടികളെ കേന്ദ്രീകരിച്ചു നടന്ന ചൂഷണങ്ങളെ ഏറ്റുപറഞ്ഞെങ്കിലും കോടതിക്കുള്ളിൽ സുക്കർബർഗ് അത് അംഗീകരിച്ചില്ല. വിചാരണ നീണ്ടുപോയി. കേസിൽ ഔദ്യോഗിക വിധി വന്നതേയില്ല. വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ മാർച്ച് 24, 2026 മറ്റൊരു നിർണായക കോടതി വിധി വന്നിരിക്കുകയാണ്. ന്യൂ മെക്സിക്കോ കോടതിയിൽ അന്ന് മാർക്ക് സുക്കർബർഗ് സമ്മതിക്കാതിരുന്ന നിയമലംഘനങ്ങൾ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മെറ്റയുടെ പ്ലാറ്റ്ഫോമുകൾ കുട്ടികളെ അവരുടെ ബിസിനസ് താൽപ്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നും ലൈംഗികതയെക്കുറിച്ചുള്ള തെറ്റായ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്നും ന്യൂ മെക്സിക്കോ ജൂറി കണ്ടെത്തിയിരിക്കുകയാണ്. വെറുതെയല്ല, 1000-ലേറെ അത്തരം സാഹചര്യങ്ങൾ കോടതി കണ്ടെടുത്തിരിക്കുന്നു. കുട്ടികളുടെ നിസ്സഹായതയും പരിചയക്കുറവും അവരെ ചൂഷണം ചെയ്യാനായി ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കുമെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്ന് കോടതി അടിവരയിട്ടു. ബിസിനസ് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി കുട്ടികൾ കാണാൻ പാടില്ലാത്ത കോണ്ടന്റുകൾ നിരന്തരം കുട്ടികൾക്ക് കൈമാറുകയും അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്ത മെറ്റ പ്ലാറ്റ്ഫോമുകൾ എല്ലാ പരിധികളും ലംഘിച്ച സാഹചര്യത്തിൽ $375 മില്യൺ പിഴയടക്കാനായിരുന്നു ജൂറിയുടെ വിധി. $2.2 ബില്യൺ ആയിരുന്നു പരാതിക്കാരെല്ലാം ആവശ്യപ്പെട്ട ആകെ നഷ്ടപരിഹാര തുക. കോടതി വിധി വന്ന സാഹചര്യത്തിൽ മെറ്റ അപ്പീൽ പോകാനൊരുങ്ങുകയാണ്. മാത്രമല്ല, അന്ന് സുക്കർബർഗ് ജോഷ് ഹാവ്ലിയോട് പറഞ്ഞ അതേ പ്രതികരണവും നടത്തി, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടേയില്ല. പരിശോധിച്ച് വരുമ്പോൾ 1000-ലേറെ സാഹചര്യങ്ങൾ കണ്ടെത്തി കോടതി എത്തിയ തീരുമാനത്തിന് മുകളിൽ മെറ്റ ഇനി നടത്താൻ പോകുന്ന നിയമവ്യവഹാരങ്ങളും പ്രസ്താവനകളും അംഗീകരിക്കാൻ പ്രയാസമാണ്.
കുറ്റകൃത്യങ്ങളെല്ലാം വെളിച്ചം പോലെ പരസ്യപ്പെട്ടിരിക്കുന്നു. ഇതിനോടുകൂടെ സാറ വില്യംസ് എന്നൊരു വനിതയുടെ കഥ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഫേസ്ബുക്കിലെ ഉന്നത ഉദ്യോഗസ്ഥയായിരുന്നു ന്യൂസിലാൻഡുകാരിയായ സാറ. കോടിക്കണക്കിന് മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ നിർണായക സ്വാധീനമുള്ള മെറ്റയുടെ പ്ലാറ്റ്ഫോമുകൾക്കുള്ളിൽ നടക്കുന്ന കൊള്ളരുതായ്മകളും കൂട്ടുകച്ചവടങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും കണ്ടായിരുന്നു 2017 സാറ വില്യംസ് ഫേസ്ബുക്ക് വിട്ടത്. അതിനുശേഷം അവരൊരു പുസ്തകം എഴുതി. കെയർലെസ് പീപ്പിൾ, എ കോഷണറി ടെയിൽ ഓഫ് പവർ, ഗ്രീഡ് ആൻഡ് ലോസ്റ്റ് ഐഡിയലിസം എന്നു പേരുള്ള ആ പുസ്തകത്തിൻ്റെ അധ്യായങ്ങൾക്ക് അധാർമികതയുടെയും അന്യായത്തിൻ്റെയും ചൂടും ചൂരമുണ്ട്. ആ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൂടിയായിരുന്നു സെനറ്റർ ജോഷ് ഹാവ്ലി സുക്കർബർഗിനെ ചോദ്യം ചെയ്തിരുന്നത്. സോഷ്യൽ മീഡിയയിൽ അനിയന്ത്രിതമായി സമയം ചിലവഴിക്കുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് അതിഭീകരമായ കെണികളാണ്. അത് വിരിക്കുന്നതാവട്ടെ മറ്റാരുമല്ല, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ തന്നെ. നമ്മുടെ രാജ്യത്ത് കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങാൻ വെറും 13 വയസ്സ് മതി. പാരന്റൽ കൺസെന്റ് എന്നു പേരുള്ള ഒട്ടും ഉപകാരമില്ലാത്ത ഒരു ഘട്ടം മാത്രമാണ് സോഷ്യൽ മീഡിയയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന കുട്ടിക്ക് മുന്നിൽ മറികടക്കാനുള്ളത്. ഒട്ടും കാര്യക്ഷമമല്ലാത്ത ആ ഘട്ടം കുട്ടികൾക്ക് വളരെ നിസ്സാരമായി മറികടക്കാനും സാധിക്കും. മാത്രമല്ല 13 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് വരെ തെറ്റായ പ്രായം നൽകി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങാനും സാധിക്കും. കർണാടക സർക്കാർ സമീപകാലത്ത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയകളിൽ നിന്നും വിലക്കുന്ന തരത്തിലുള്ള നിയമം രൂപീകരിച്ചത് വലിയ വാർത്തയായിരുന്നു. അപ്പോഴും അവസ്ഥയ്ക്ക് മാറ്റമില്ല. കുട്ടികൾക്ക് തെറ്റായ പ്രായം നൽകി അക്കൗണ്ടുകൾ നിർമ്മിക്കാനുള്ള സാധ്യത തുറന്നു കിടക്കുകയാണ്. അതിന് പ്രായോഗിക പരിഹാരം ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ന്യൂ മെക്സിക്കോ കോടതിയുടെ വിധി ഇന്ത്യൻ പരിസരങ്ങളിലേക്ക് കൂടി ചേർത്ത് വായിക്കാനുള്ളതാണ്. നമ്മുടെ കുട്ടികളും ഒട്ടും സുരക്ഷിതരല്ല. നിയമമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സൂക്ഷിക്കാം.